ജനങ്ങളാണ് രാജ്യത്തെ ചരിത്രം നിർമ്മിക്കുന്നത്. ഈ രാജ്യത്തെ കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ ജനങ്ങൾ സംഘടിക്കണം. ചരിത്രം ഒരു ഓർമ്മപ്പെടുത്തലാണ്, ഒപ്പം ഭാവിയിലേക്കുള്ള ഒരു തിരുത്തൽ രേഖയും. പുതിയ ചിന്ത, പുതിയ കർമ്മം, പുതിയ കേരളം. പങ്കെടുക്കൂ, അണിചേരൂ ഈ ബഹുജന മുന്നേറ്റത്തിൽ. നവകേരള മാർച്ചിന്റെ സമാപന സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം തലസ്ഥാനത്ത് വിളംബര ഘോഷയാത്രകൾ നടന്നു. തിരുവനന്തപുരത്തെ നിയോജക മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചാണ് വിളംബര ജാഥകൾ നടന്നത്. നാളെ വൈകിട്ട് 5-ന് ശംഖുമുഖത്താണ് നവകേരള മാർച്ചിന്റെ സമാപന സമ്മേളനം. CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ചിന്റെ സമാപന റാലിയുടെ പ്രചരണാർത്ഥമാണ് തിരുവനന്തപുരത്ത് വിളംബര ഘോഷയാത്രകൾ നടന്നത്. ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു വിളംബര ജാഥകൾ. തലസ്ഥാന നഗരിയിൽ നടന്ന വിളംബര ഘോഷയാത്രയിൽ CPIM സംസ്ഥാന കമ്മിറ്റി അംഗം M. വിജയകുമാർ, ജില്ലാ സെക്രട്ടറി കടകംപള്ളി സുരേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. നവകേരള മാർച്ചിന്റെ സമാപന സമ്മേളനത്തിലായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ച് നിൽക്കുന്നതായിട്ടുള്ള ഒരു ഘട്ടമാണിത്. വളരെ ആവേശകരമായിട്ട് തന്നെ ജില്ലയിലെ CPMന്റെ പ്രവർത്തകർ, അനുഭാവികൾ ഒക്കെ തന്നെ ഈ റാലിയെ വരവേൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. നാളെ വൈകിട്ട് 5-ന് ശംഖുമുഖത്താണ് നവകേരള മാർച്ചിന്റെ സമാപന സമ്മേളനം. തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള 3 ലക്ഷത്തോളം പേർ പങ്കെടുക്കുന്ന വൻ റാലിയോടെയാണ് മാർച്ച് സമാപിക്കുക. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നവകേരള മാർച്ച് ഇന്ന് കൊല്ലം ജില്ലയിലാണ് പര്യടനം നടത്തുന്നത്. ഇന്ന് കൊല്ലത്തെ പര്യടനം പൂർത്തിയാകും. ചാത്തന്നൂർ, പുനലൂർ, ചടയമംഗലം എന്നിവിടങ്ങളിലാണ് ഇന്ന് മാർച്ചിന് സ്വീകരണം നൽകുക. വൈകിട്ടോടെയാകും ജാഥ തിരുവനന്തപുരം ജില്ലയിൽ പ്രവേശിക്കുക. ഒരിടവേള കൂടി.